morning, happy morning, namaste, namaskaram, suprabhatam. Yes, welcome to Everybody's Magic Manifestation Friday Bootcamp. Swagatham. Good morning, happy morning. Beautiful. നിങ്ങൾ വെള്ളം കുടിക്കാത്ത ആൾക്കാരെ പെട്ടെന്ന് വെള്ളം കുടിക്കാം. ലതിക മാഡം വെള്ളം കുടിച്ചോ? തമസ് പാലിക്കുക. യെസ്, കുടിക്കാത്ത ആൾക്കാരെ പെട്ടെന്ന് കുടിക്കാം. നമുക്ക് നേരെ പ്രോഗ്രാമിലേക്ക് പോവാം. റെഡി? യെസ്, പോവാം. അപ്പൊ എല്ലാവരും നമുക്ക് എപ്പോഴും അൺമ്യൂട്ട് ചെയ്യാൻ കേട്ടോ. ഇന്ന് ഫ്രൈഡേ ബുട്ട്ക്യാമ്പിൽ നമ്മൾ സംസാരിച്ച് പോകുന്ന വിഷയം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്ന് സംസാരിക്കാനുള്ളത്. അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇടയ്ക്ക് സംസാരിച്ച് പോവാം. റെഡി ആണല്ലോ അല്ലേ? യു ആർ ഫ്രീ ടു അൺമ്യൂട്ട്. റെഡി? ബിനോ ചാർലി മേണോ റെഡി? യെസ്, ഗ്രേറ്റ്. അപ്പൊ എന്റെ ചോദ്യം ഇതാ, നമ്മൾ എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത് മനുഷ്യർ എന്ന് പറയാമോ? പ്രധാനമായിട്ടും മനുഷ്യർ ജീവിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഉത്തരവില്ല, അൺമ്യൂട്ട് ചെയ്ത് പറയാം. ജീവിക്കാൻ വേണ്ടി ജീവിക്കും. ജീവിക്കാൻ വേണ്ടി ജീവിക്കുകയാണ്. അതാണ് സാറിയുടെ ഉത്തരം. മറ്റുള്ള ഉത്തരം എന്താണ്? എനി ഡിഫറെന്റ് ആൻസർ? ഹാപ്പിനെസ്. സൂപ്പർ. അപ്പൊ ഇന്ന് സംസാരിക്കുന്ന വിഷയം ഹാപ്പിനെസിനെ കുറിച്ചാണ്. റെഡി? ഹാപ്പിനെസ് കൂടിയപ്പോ നമുക്ക് എന്തെങ്കിലും സാധാരണ നമ്മുടെ ഹാപ്പിനെസ് നിങ്ങൾ ചിന്തിച്ചു നോക്കാം. നിങ്ങൾ എപ്പോഴാണ് ഹാപ്പി ആവുക? ഹാപ്പിനെസ് വേണ്ടി നമ്മൾ ജീവിക്കാൻ സംസാരിച്ചു. എപ്പോഴാണ് നമ്മൾ ഹാപ്പി ആവുക? സമാധാനം ഉണ്ടാകും. സമാധാനം ഉണ്ടാകുമ്പോൾ ഹാപ്പി ആവും. ഓക്കെ, ഇനി അതർ When ആൻസേഴ്സ്? we have health, wealth, When we have health, wealth, സന്തോഷമാവും. Health പിന്നെ and wealth. peace of mind. ഹെൽത്ത്, വെൽത്ത്, ബിസിനസ് മൈൻഡ് ഒക്കെ ഉണ്ടാവുമ്പോൾ ഹാപ്പി ആവും. പിന്നെയോ നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ചത് നോക്കുമ്പോൾ വെരി ഗുഡ്, സൂപ്പർ. ഉദ്ദേശിച്ചത് നോക്കുമ്പോൾ ഹാപ്പി ആവും. നല്ല ഫാമിലി ഉണ്ടാകുമ്പോൾ നല്ല ഫാമിലി ഉണ്ടാവുമ്പോൾ നമ്മൾ ഹാപ്പി ആവും. വെരി ഗുഡ്. നല്ല റിലേഷൻഷിപ്പ് നമ്മൾ ഹാപ്പി ആവും. പിന്നെയോ finance. എന്ത് സംഭവിച്ചാലും അത് പ്രശ്നങ്ങളെ നേരിടാനുള്ള ഒരു ഈസി ഗോയിങ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ എല്ലാം ഈസി ഗോയിങ് ആയി നിന്ന് കഴിഞ്ഞാൽ എല്ലാം ഈസി ഗോയിങ് ആയിട്ട് വരണ വെച്ച് കാണാം. ആ ഹാപ്പി ആവും. യെസ്, പിന്നെയോ അപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ഇതൊക്കെ ഉണ്ടെങ്കിലേ നമ്മൾ ഹാപ്പി ആവും എന്നുള്ളതാണ് നമ്മുടെ ചിന്ത. അതുകൊണ്ടാണ് നമ്മൾ ഹാപ്പി ആവാത്തത്, അല്ലേ? ശരിയല്ലേ? നേരെ തിരിച്ചൊന്ന് ചിന്തിച്ചു നോക്കിയേ. അതെ, ഞാൻ ഹാപ്പി ആകുമ്പോൾ ഇതെല്ലാം എനിക്ക് ഉണ്ടാകും. Yes, very good. കറക്റ്റ് അല്ലേ? അപ്പൊ നമ്മൾ ഇതുവരെ ചിന്തിച്ചുകൊണ്ട് മനുഷ്യരെല്ലാവരും അങ്ങനെയാണ്. അതായത് എല്ലാം നമ്മൾ നോക്കുന്നത് എക്സ്റ്റേണൽ ഫാക്ടേഴ്സിനെ സംബന്ധിച്ചാണ്. Yes, അതെ. പ്രത്യേകിച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ സന്തോഷം നമ്മൾ കണ്ടെത്തുന്നത് മെറ്റീരിയൽ ഗോൾസിനെ നോക്കിയിട്ടാണ്. മെറ്റീരിയൽ ഗോൾസ് എന്ന് പറയുന്നത് എന്തൊരു വസ്തു, സാധനം, ഭർത്താവ്, കുട്ടികള്, ഒരു സാധനം, അത് കിട്ടുമ്പോൾ നമ്മൾ ഹാപ്പി ആവും, അല്ലേ? പക്ഷെ ഒരു കുഴപ്പമുണ്ട്, ആ ഹാപ്പിനെസ് അത് ലോങ് ലാസ്റ്റ് ചെയ്യില്ല. അതിന്റെ ഒരു പുതുമ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ സന്തോഷം പോകും. ശരിയല്ലേ? കുറേ കാലം കാത്തിരുന്ന് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പൈസ ഉണ്ടാക്കി ഒരു വീട് പണിതു, നമ്മുടെ മനസ്സിൽ നിറഞ്ഞ ഒരു വീട്. അന്നത്തെ ദിവസം ഭയങ്കര സന്തോഷ സമാധാനം. എത്ര ദിവസം ഉണ്ടാവും അത്? കുറച്ച് കാര്യം ഉണ്ടാവുള്ളൂ. അപ്പൊ അൾട്ടിമേറ്റ് ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഇന്റേണൽ ഹാപ്പിനെസ് ആണ്. ആ ഇന്റേണൽ ഹാപ്പിനെസ് ഉണ്ടാക്കി തരുന്ന 4 ഹോർമോൺസ് ഉണ്ട്. ആ ഹോർമോണെ നമുക്കൊന്ന് ഉണ്ടാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ഹാപ്പി ആയിരിക്കും ലൈഫിൽ. ഇതൊന്നും വേണ്ട നമുക്ക് സന്തോഷിക്കാൻ. നമുക്ക് നല്ല ഭർത്താവ് വേണമെന്നില്ല, നല്ല ഭാര്യ വേണമെന്നില്ല, നല്ല കുട്ടികൾ വേണമെന്നില്ല, ഇപ്പൊ ഈ പറഞ്ഞ പോലെ സമാധാനം കിട്ടണമെന്നില്ല. ഇതൊക്കെ തന്നെ ഉണ്ടാകും. ഏതൊക്കെയാണെന്നറിയാം ഹോർമോൺസ്? സെറോട്ടോണിൻ, ഓക്സിറ്റോസിൻ, വെരി ഗുഡ്. ഡോപ്പമിൻ, ഡോപ്പമിൻ, സൂപ്പർ, എൻഡോർഫിൻ. വെരി ഗുഡ്. ഡോസ് എന്ന് പറയും, DOSE, ഡോസ്, DOSE. ഇന്ന് മുതൽ ഒന്ന് ശ്രദ്ധിച്ചു വേണം കേട്ടോ. ഇന്ന് മുതൽ ഞാൻ അങ്ങനത്തെ മനുഷ്യനാണ്. ഞാൻ എന്തിനു സന്തോഷമാണ് കണ്ടെത്തുന്ന ആളെ. എന്റെ അടുത്തറിയുന്ന ആൾക്കാർ അറിയാൻ പറ്റും എനിക്ക് കാരണമൊന്നും വേണ്ട സന്തോഷിക്കാൻ. അപ്പൊ പണ്ട് മുതൽ എന്റെ നാട്ടിലെ പിള്ളേരെ നിനക്ക് എപ്പോഴും ചിരി മാത്രമുള്ള മുഖത്ത് ചോദിച്ചിട്ട് എന്നെ കളിയാക്കി. എപ്പോഴും ഹാപ്പിയാണ്. സീരിയസ്ലി ഞാൻ ലൈഫിൽ എനിക്ക് തോന്നുന്നു ഞാൻ 90% ആഗ്രഹങ്ങളും സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. എനിക്ക് നടക്കാത്ത ആഗ്രഹമുണ്ട്, ഇതുവരെ നടന്നിട്ടില്ല എന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല. അതെല്ലാം നടക്കുന്നുണ്ട്. ക്ലിയർ? അപ്പൊ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിച്ച പോലെ ജീവിതം നിങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ യു ഹാവ് ടു ക്രിയേറ്റ് ഹാപ്പിനെസ് ഇൻസൈഡ് യു. ഹാപ്പിനെസ് ഉണ്ടാക്കണം 4 ഹോർമോൺസ് എങ്ങനെ ഉണ്ടാക്കുന്നത്? ഇത് മരുന്ന് കഴിച്ചാൽ പുറത്ത് കിട്ടുന്ന സാധനമില്ല. ഡോപ്പമിൻ മരുന്ന് കഴിക്കുന്നുണ്ട്, ഡോപ്പ. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ എന്തിനാ അസുഖത്തിന് നമ്മൾ കഴിക്കുക? എന്താ ഡോക്ടറെ നമ്മൾ ഡോപ്പാന്ന് മരുന്ന് കഴിക്കുന്നത് എന്തിനാണ്? ആൻസൈറ്റി അല്ലോ, ആങ്സൈറ്റി അല്ല,
പാർക്കിൻസോണിസം തന്നെ അത്. പാർക്കിൻസൺസിന് നമ്മൾ ഈ മരുന്ന് കഴിക്കുന്നുണ്ട്, ഡോപ്പ എന്ന് പറഞ്ഞ മരുന്ന്. ആ ഡോപ്പ മരുന്ന് കഴിക്കും, അതിന്റെ ഒരു റിയാക്ഷൻ കഴിയുമ്പോൾ വീണ്ടും തിരിച്ചു വരുമ്പോൾ മരുന്ന് കഴിച്ചുകൊണ്ട് ലൈഫ് ലോങ് മരുന്ന് കഴിച്ചുകൊണ്ടേയിരിക്കണം. ആ മനുഷ്യൻ ഡോപ്പമിൻ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തിൽ മരുന്ന് കഴിക്കേണ്ട ആവശ്യമുണ്ടോ? ഇപ്പൊ ഡോപ്പമിൻ ആണ് ഫസ്റ്റ് ഹോർമോൺ. ഡോപ്പമിൻ എന്ന് പറയുന്ന സാധനം റിവാർഡ് ഹോർമോൺ എന്നാ പറയാ, മോട്ടിവേഷൻ ഹോർമോൺ എന്ന് പറയാ, അപ്രീസിയേഷൻ ഹോർമോൺ എന്ന് പറയാ. നിങ്ങൾ ജീവിതത്തിൽ ചിന്തിക്കുക, നിങ്ങൾ സദാ മോട്ടിവേറ്റഡ് ആണോ? നിങ്ങൾ ഭയങ്കരമായിട്ട് അപ്രിഷിയേറ്റ് ചെയ്യുന്നുണ്ടോ? പാർക്കിൻസോണിസ് ആണോ സ്കിസോഫ്രീനിയക്ക് ആണോ എന്നുള്ളൊരു സംശയമുണ്ട്. ഇതിൽ രണ്ടിലൊന്നിനാണ്. രണ്ടിലൊന്നിനാണ്. പാർക്കിൻസൺ എനിക്ക് തോന്നുന്നു, ഷിസോഫ്രീനിക് അറിയില്ല. എന്തായാലും ഇത് രണ്ടും നെർവ് സ്റ്റിമുലേറ്റ് ചെയ്ത് ഡോപ്പമിൻ എംപവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, whatever. അപ്പൊ ഡോപ്പമിൻ നമുക്ക് ഉണ്ടാക്കാൻ ഏറ്റവും നല്ല മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരെ നന്നായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ടോ, ആഗ്രഹം വഴി അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ടോ? ഒന്ന് പറയാം ഉത്തരം. സത്യമേ മാത്രം പറയാൻ പാടില്ല കേട്ടോ, ഇല്ലെങ്കിൽ ഇല്ലെന്ന് തന്നെ പറഞ്ഞു. ഇന്ന് മൂലം നമുക്ക് തിരുത്തേണ്ടതാണ്. നമുക്ക് നമ്മളെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുമോ? കുറച്ചൊക്കെ നമുക്ക് നമ്മൾ തന്നെ ഒരു ഉറപ്പായിട്ടും ആ, ഞാൻ വലിയ കേട്ട് ചെയ്യലുണ്ട്. പുറത്തടിച്ചിട്ട് "എടാ രാജേഷൻ, നിന്നെ സമ്മതിക്കണോടാ, നീ കിടിലാണ്" എന്ന് നമ്മൾ നമ്മളെ ഞാനത് ചെയ്യലുണ്ട്. ഏഹ് ഞാൻ ചെയ്യലുണ്ടാണ്. വെരി ഗുഡ്, നല്ല കാര്യം. അപ്പൊ ഡോപ്പമിൻ ഉണ്ടാവാനായിട്ടുള്ള 5 കാര്യങ്ങൾ പറയാം. ഡോപ്പമിൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, റിവാർഡ് ഹോർമോൺ എന്ന് പറയാം. അത് ഉണ്ടാക്കിയെടുക്കാൻ 5 കാര്യങ്ങൾ നോട്ട് ചെയ്ത് പോവാ. ഒന്നാമത്തെ കാര്യം, സെറ്റ് ആൻഡ് അച്ചീവ് സ്മോൾ ഗോൾസ് ആൻഡ് സെലിബ്രേറ്റ്. ചെറിയ 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 ഗോളുകൾ ജീവിതത്തിൽ സെറ്റ് ചെയ്യുക, എന്നിട്ട് അത് സെലിബ്രേറ്റ് ചെയ്യുക. ഇന്ന് രാവിലെ ഒരു 10 പുഷപ്പ് എടുത്തു പ്ലാൻ ചെയ്തു, അല്ലെ 5 പുഷപ്പ് എടുത്തു, ഏ സൂപ്പർ കിടു. ഈ രീതിയിൽ ചെറിയ ചെറിയ ഗോൾസ്, വളരെ കുഞ്ഞു ഗോൾസ് നിങ്ങൾ സെറ്റ് ചെയ്യുക, അത് അച്ചീവ് ചെയ്യുക, സെലിബ്രേറ്റ് ചെയ്യുക. ഡോപ്പമിൻ ഉണ്ടാവാൻ വെച്ചാൽ ആദ്യത്തെ സെറ്റപ്പ്. നിങ്ങൾ ചിന്തിച്ചു നോക്കാം, ജീവിതത്തിൽ നമ്മൾ വലിയ ഗോൾ സെറ്റ് ചെയ്യും ലൈഫിൽ. ഇപ്പോ എന്താ നെടുമുടി വേണു മഞ്ജുദ സിനിമ പറയുന്നുണ്ട്, ആ തിരുമേനിയെ കൊണ്ടുവന്ന് ഈ എന്താണ് നാഗവല്ലിയെ അത് എന്താ മറ്റേ സാധനം ബന്ധിച്ച് കഴിയുന്ന വരെ എനിക്ക് സമാധാനമില്ല എന്ന് പറയുന്നൊരു സാധനം കണ്ടിട്ടുണ്ടോ നെടുമുടി വേണു മറ്റേ സിനിമയിൽ? ഇത് പറഞ്ഞ പോലെയാ, ആ വീടൊന്നും ഉണ്ടാക്കി പണിത് അവിടെ കിടന്ന് ഉറങ്ങുന്നത് വരെ എനിക്ക് സന്തോഷമില്ല. ശരിയല്ലേ? അല്ലെങ്കിൽ ആ ഗോൾ അച്ചീവ് ചെയ്യണ വരെ എത്ര കാലം എടുക്കും? 5 കൊല്ലം എടുക്കും, 10 കൊല്ലം എടുക്കും. അപ്പൊ 5 കൊല്ലം 10 കൊല്ലം സന്തോഷേ ഇല്ല ജീവിതത്തിൽ. ഇത് ലൈഫാന്ന് ആലോചിച്ച് നോക്കി. ശരിയല്ലേ? പിന്നെ നമ്മൾ ടെൻസ്ഡ് ആണ്, നമ്മൾ കൺസേൺ ആണ്, ആവുന്നില്ലല്ലോ, ആയിട്ടില്ല. ഇപ്പൊ ശ്രുതി എന്താണ് IAS കിട്ടണം വരെ ഇങ്ങനെ, അതാണ് അൾട്ടിമേറ്റ് ലക്ഷ്യം. അപ്പൊ വേറെ ഒന്നും നമുക്ക് സന്തോഷിക്കാൻ പറ്റില്ല നമ്മൾ, അല്ലെ ഡിവിൻ ജെറോ? അപ്പൊ ചെറിയ ചെറിയ കാര്യങ്ങൾ ഇന്ന് മുതൽ സെറ്റ് ചെയ്യുക, അതങ്ങോട്ട് സെലിബ്രേറ്റ് ചെയ്യണം ഭയങ്കരമായിട്ട്. ക്ലിയർ? പിറന്നാൾ വരുന്നു, സെലിബ്രേറ്റ് ചെയ്യുക. ആഘോഷങ്ങൾ വരുന്നു, സെലിബ്രേറ്റ് ചെയ്യുക, ആഘോഷമാക്കി മാറ്റുക. റെഡി? അപ്പൊ ഒന്നാമത്തെ പോയിന്റ് സെലിബ്രേറ്റ് ചെയ്യുക. രണ്ടാമത്തെ പോയിന്റ് പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ എത്ര ചെയ്യേണ്ടത് നമുക്ക് ഡെയിലി എല്ലാ ദിവസവും രാവിലെ ചെയ്യുന്നതാണ്. പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ്. എപ്പോഴും ഉള്ളതിന് നന്ദി പറയാ, ഇല്ലാത്തതിനെ കുറിച്ച് നമുക്ക് ചിന്തിച്ചു തുടങ്ങി. എപ്പോഴും എന്തൊക്കെ ഉണ്ട് നമുക്ക് നന്ദി പറയാം. നിങ്ങൾക്ക് ചെവി കേൾക്കാനും വർത്തമാനം. കഴിഞ്ഞ ദിവസം ഇങ്ങനെ വിപിൻ ഇട്ട വീഡിയോ, ആരോ ഇട്ട വീഡിയോ എന്ന് തോന്നുന്നു, ഹക്കീമിന്റെ വീഡിയോ ആണ്, ആരെങ്കിലും ഓർമ്മയില്ല. നമുക്ക് ജീവിതത്തിൽ ചെവി കേൾക്കാനും കാണാനും പറ്റുന്നുണ്ടെങ്കിൽ ലോകത്തുള്ള 3 ബില്യൺ ആൾക്കാരെക്കാളും ഭാഗ്യവാനാണ് നമ്മളത്. കാരണം 3 ബില്യൺ ആൾക്കാർക്ക് ഇന്നും ചെവി കേട്ടുകൂടാ, കണ്ണു കണ്ടുകൂടാ. എനിക്ക് ആരോ ഓർമ്മയില്ല, വിപിനാന്ന് തോന്നുന്നു, ആരോ ഇട്ടൊരു വീഡിയോ ആണ്, ഐ ഡോണ്ട് റിമെമ്പർ. അല്ല, തഷ്രീഫാന്നോ, എനിക്ക് ഓർമ്മയില്ല. ആരോ ഇട്ടുണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ. നിങ്ങളത് കണ്ടില്ല എന്നല്ല അർത്ഥം. ഓക്കെ, അപ്പൊ കണ്ടു. ഓക്കെ, ഗ്രേറ്റ്. കണ്ണ് കാണുന്നുണ്ടെങ്കിൽ, നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ 3 ബില്യൺ ആൾക്കാരെക്കാളും ഭാഗ്യവാനാണ്. അപ്പൊ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഭാഗ്യവാനാണ് സത്യം പറഞ്ഞാൽ. ഹാപ്പിനെസ് ഉണ്ടാവുന്നില്ല. ഓക്കെ, 2 പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ്. എപ്പോഴും താങ്ക്ഫുൾ ആയിരിക്കണം ഫോർ വാട്ട് യു ഹാവിങ്. ക്ലിയർ? മൂന്നാമത്തത്, ഈറ്റ് ഡോപ്പമിൻ ബൂസ്റ്റിംഗ് ഫുഡ്. ഡോപ്പമിനെ ബൂസ്റ്റ് ചെയ്യുന്ന ഭക്ഷണ പദാർത്ഥങ്ങളുണ്ട്, അത് നമ്മൾ കഴിച്ച് ഡോപ്പമിൻ ബൂസ്റ്റ് ചെയ്യും. ഓക്കെ, ഈ സ്നേഹിക്കുമ്പോഴേ സ്നേഹം ഉണ്ടാവാനായിട്ട് ചില ആൾക്കാർ പറയുന്നുണ്ട് ഡാർക്ക് ചോക്ലേറ്റ് സമ്മാനമായിട്ട് കൊടുക്കാൻ പറയുന്നുണ്ട്. ഡാർക്ക് ചോക്ലേറ്റ് അല്ലേ? ബിനു ചാർലിയുടെ ഹസ്ബൻഡ് വന്നപ്പോൾ ഡാർക്ക് ചോക്ലേറ്റ് കൊണ്ടുവന്നിരുന്നോ? ഓക്കെ, അപ്പൊ നല്ല റൊമാൻറ്റിക് ആവട്ടെ അപ്പൊ ഇനിയുള്ള ദിവസങ്ങൾ. ഓക്കെ, ഗ്രേറ്റ്. അപ്പൊ എന്ന് പറഞ്ഞാൽ ഡാർക്ക് ചോക്ലേറ്റ് ഡോപ്പമിൻ നമുക്ക് എംപവർ ചെയ്യും, ഡോപ്പമിൻ ഉണ്ടാക്കും. ഡാർക്ക് ചോക്ലേറ്റ് നല്ലതാണ്. അത് അവക്കാഡോ ബട്ടർ ഫ്രൂട്ട് അല്ലേ? അവക്കാഡോ നമുക്ക് ഡോപ്പമിൻ ബൂസ്റ്റ് ചെയ്യുന്ന ഫുഡാണ്.
പഴങ്ങൾ, ബനാന, പച്ച പഴം, റോബസ്റ്റ് ഒക്കെ ഡോപ്പമിൻ എൻപോർ ഞാൻ കേട്ടിട്ടുണ്ട്. ബനാന, ആൽമണ്ട്സ്, ബദാം, ഇത്രയും ഭക്ഷണം നമുക്ക് ഡോപ്പമിൻ ഉയർത്തുന്ന സാധനങ്ങളാന്ന് പറയാം. പിന്നെ ഈ നറുനെയ്യ് വെറും വയറ്റിൽ നല്ലതാണെന്നാ പറയാം. നെയ്യ് ശുദ്ധമായ നെയ്യ്, ദേശി ഗീ. ക്ലിയർ? അപ്പൊ ഇത്ര സാധനങ്ങൾ കഴിക്കുന്ന ആൾക്കാർ ഓട്ടോമാറ്റിക് ഡോപ്പമിൻ ഉണ്ടാവും. നമ്മൾ മറ്റുള്ള അപ്രീഷിയേറ്റ് ചെറിയ രുചിന്ന് ഭർത്താവ് ഷർട്ട് ഇടുന്ന സമയത്ത് ഓ സുന്ദരമായിട്ടുണ്ടല്ലോ, അടിപൊളി എന്ന് പറയാൻ പറ്റണം. അപ്രീഷിയേറ്റ് ചെയ്യുക, തിരിച്ചൊന്നും പ്രതീക്ഷിക്കരുത്. ഇനി ഞാൻ അപ്രീഷിയേറ്റ് ചെയ്ത് അയാൾ പൊങ്ങിപ്പോയാലും പൊങ്ങിപ്പോട്ടെ, എവിടം വരെ പോവും? ചെമ്മീൻ ചാടി മുട്ടിയോളം പിന്നെയും ചാടി ചട്ടിയോളം എന്ന് പറഞ്ഞ പോലെ എല്ലാം ഉള്ളു മനുഷ്യന്റെ കാര്യം. അപ്പൊ അകം കഴിഞ്ഞ് അപ്രീഷിയേറ്റ്, മനസ്സ് തുറന്ന് അപ്രീഷിയേറ്റ് ചെയ്യുക. ക്ലിയർ? സിൻസ് അപ്രീസിയേഷൻ. നാലാമത്തത് എക്സസൈസ് റെഗുലർലി. എക്സസൈസ് ഭയങ്കരമാണ് ഡോപ്പമിൻ നമുക്ക് ഉയർത്തി തരുന്നുണ്ടാവും. എക്സസൈസ് പ്രത്യേകിച്ച് റണ്ണിങ്, സ്വിമ്മിങ് ആൻഡ് ഡാൻസിങ്. നമ്മുടെ സെഷൻസ് ഇതൊക്കെ നമ്മൾ ചെയ്യിക്കുന്നുണ്ട് അല്ലേ? സത്യസന്ധമായിട്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാ ദിവസവും ഈ സാധനമൊക്കെ നമ്മൾ എല്ലാ ദിവസവും സെഷനിൽ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. എന്റെ കൂടെ ചെയ്തു പോയാൽ മതി, തന്നെ ഉണ്ടാവും. ഡാൻസ് കളിക്കാൻ പറഞ്ഞ സമയത്ത് ഇതിന്റെ പല ആൾക്കാർ ക്യാമറ ഓഫ് ചെയ്ത് പോകും, ഡാൻസ് കളിക്കുന്നുണ്ട്. ശരിയല്ലേ മീര, പ്രശാന്ത്? എത്ര ആളെ ഡാൻസ് ശരി. അപ്പൊ 4 എക്സസൈസ് ചെയ്യുക, ഡാൻസിങ്, റണ്ണിങ്, ഇതൊക്കെ നിങ്ങൾക്ക് ഡോപ്പമിൻ ചെയ്യുന്നുണ്ടാവും. 5ാമത്തെ പോയിന്റ് ലിമിറ്റ് പ്രൊക്രാസ്റ്റിനേഷൻ, മാറ്റി വെക്കുന്ന സ്വഭാവം മാറ്റി വെക്കാം. ഓക്കെ. അപ്പൊ ഇത് നമ്മള് ഒരു സാധനം ചെയ്ത് നമുക്കൊരു ആശ്വാസ സമാധാനം ഉണ്ട് അല്ലെ? അതൊരു റിവാർഡാണെന്ന് പറയാം. ഊഫ്, ഇന്നത്തെ ജോലിയൊക്കെ ഞാൻ ചെയ്ത് തീർത്തു. ചില വീട്ടന്മാര് പറഞ്ഞേക്കാം, ഇന്നത്തെ പണിയൊക്കെ തീർത്തു, അയ്യോ ഇന്ന് 4 മണിക്ക് തന്നെ പണിയൊക്കെ തീർന്നു. അതൊരു റിവാർഡ്, അറിയാണ്ട് നമുക്ക് റിവാർഡ് ഒന്ന് കൊടുക്കാണ്. ശരിയല്ലേ? അപ്പൊ 5 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓട്ടോമാറ്റിക് ഡോപ്പമിൻ ഉണ്ടാവും. ഡോപ്പമിൻ ഉയർന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഹാപ്പിനെസ് ഹോർമോൺ തന്നെ സന്തോഷവാനാവും നമ്മുടെ ജീവിതം. പിന്നെ ആരും വേണ്ട നമുക്ക് സന്തോഷിക്കാൻ. എനിക്ക് അതില്ലല്ലോ ഇതില്ലല്ലോ ചിന്തയേ വരില്ല. യു വിൽ ബി ഹാപ്പി. റെഡി അല്ലേ? റെഡി? ഓക്കെ. അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ ആത്മാർത്ഥമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യണം കേട്ടോ. കാര്യം കാണാൻ വേണ്ടി അപ്രീസിയേഷൻ ആവരുത്. എന്ത് ഭംഗിയെന്ന് നിന്നെ കാണാൻ, അടിപൊളിയായിട്ട്, നീ സുന്ദരിയായിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇപ്പൊ എടുത്തുതരാം, ശരിയല്ലേ? ഇപ്പൊ തരാം. എന്റെ അച്ഛൻ അങ്ങനെ അമ്മയുടെ അടുത്ത് വള മേടിച്ചിട്ട് ഇപ്പൊ തരാൻ പറഞ്ഞിട്ട് പൊക്കണ്ട് പോയി കഴിഞ്ഞാൽ അതിന് സ്പ്രേ പോയ പോലെയാ. പൊടി പോലും ഇല്ല കണ്ടുപിടിക്കും. പിന്നെ വളയില്ല. എത്ര വളമേടെ നഷ്ടപ്പെട്ടെന്ന് പറയാം. അങ്ങനെ അച്ഛൻ ഒരു ഇപ്പൊ തരാൻ ഉറച്ചെടുത്ത് കൊണ്ടുപോയാൽ പിന്നെ അത് ലേലം വിളിച്ച് പോയിട്ടുണ്ട്, അമ്മ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. ഓക്കെ, ശരി. 2ാമത്തെ ഹോർമോൺ നോട്ട് ചെയ്യുക, ഓക്സിടോക്സിൻ. ഓക്സിടോക്സിൻ എന്ന് പറഞ്ഞ സാധനം ലവ് ഹോർമോൺ ആണ്. നമ്മൾ ഭയങ്കരമായിട്ട് ലവ് എക്സ്പ്രസീവ് ഉണ്ടാവുന്ന ഹോർമോണാണ്. നമ്മൾ സെൽഫ് ലവ് എന്ന് പറയാൻ പ്രധാനപ്പെട്ട കാരണം അതുകൊണ്ട് ഓക്സിടോക്സിൻ നമുക്ക് ഭയങ്കരമായിട്ട് ഉണ്ടാവും. ശരിയല്ലേ? നമ്മളെ ഭയങ്കര ഇഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഇഫ് യു ലവ് യുവർ സെൽഫ്, ഇഫ് യു അക്സെപ്റ്റ് യുവർ സെൽഫ്, ഇഫ് യു അക്സെപ്റ്റ് യുവർ ഇംപെർഫെക്ഷൻസ്, ആ ഇല്ലായ്മകളുള്ള നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ സമയം ഭയങ്കരമാണ്. അടിവേറി ചാടിയിട്ടുണ്ട്, വൃത്തികേടുണ്ട്. പക്ഷെ ഐ ലവ് ദിസ്. എൻ്റെ ചില ആൾക്കാരൊക്കെ ഉണ്ട്, എന്തെന്ന് പറഞ്ഞാൽ ജിമ്മിൽ പോയിട്ടും ഞാൻ ജിമ്മിൽ പോകുന്ന ആളാണ്, പക്ഷെ ഭക്ഷണം കുറയ്ക്കുന്നില്ലല്ലോ. അപ്പൊ ജിമ്മിൽ പോയി കഴിയുമ്പോൾ ഞാനിങ്ങനെ വെയിറ്റ് കിടക്കുന്ന സമയത്ത് ചില പുതിയ പിള്ളേരൊക്കെ എന്റെ വയറുമേക്ക് നോക്കുന്നത്. അതായത് വയറിങ്ങനെ ചാടിക്കോളൂ, യാതൊരു ഡംബിൾസ് എടുക്കുമല്ലേ, പക്ഷെ ഐ ഡോണ്ട് കെയർ. അപ്പൊ ഒരു പയ്യനുണ്ട്, തമിഴ് പയ്യനാ, പൂപാലെന്ന് വരും. അപ്പം പറയുകയാണ്, നല്ല ഇറക്കുന്ന ജിമ്മിൽ നല്ല ഇറക്ക്, വയറ് കൊഞ്ചം കുറയ്ക്കാന്നൊക്കെ പറയാം. ഫുഡ് കുറയ്ക്കാത്തതുകൊണ്ടാണ്, ബിക്കോസ് ഐ ലവ് ഈറ്റിംഗ് ഫുഡ്, അതുകൊണ്ടാണ്. ഓക്കെ, ശരി. അപ്പൊ ഓക്സിഡോസിൻ ലവ് ഹോർമോൺ ആണ്. ബൂസ്റ്റ് ചെയ്യേണ്ട 5 ഓടിച്ച് ഞാൻ പറയാം. 4 കാര്യങ്ങൾ. 1, ഹഗ് സംവൺ, നിങ്ങൾ കെട്ടിപ്പിടിക്കുക. ഇപ്പൊ ഇതിൻ്റെ അകത്ത് പറഞ്ഞത് ചിലർ പറയുന്നുണ്ട്, എനിക്ക് ആരുമില്ല കെട്ടിപ്പിടിക്കാൻ, സ്വന്തമായിട്ട് കെട്ടിപ്പിടിക്കുക. ഇപ്പൊ താഹിറയ്ക്ക് നോക്കുമ്പോൾ താഹിറയ്ക്ക് ഭർത്താവും ഇല്ല, കുട്ടിയില്ല അല്ലെ, ആരും ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ താഹിർ എന്ത് ചെയ്യണം? സ്വന്തം കെട്ടിപ്പിടിക്കണം. കെട്ടിപ്പിടിച്ചിട്ട് കയ്യിൽ റൂം മുടങ്ങണം എപ്പോഴും, കിടക്കാൻ നേരത്ത്. എന്നിട്ട് സേ ടു യുവർ സെൽഫ്, ഐ ലവ് യു താഹിറ, ലവ് യു സോ മച്ച്. ചെയ്തു നോക്കാം. ഓർക്കില്ല എന്ന് പറഞ്ഞ ആൾക്കാർ സുഖം കിട്ടുന്ന ഉറങ്ങുണ്ടാവും, അല്ലെങ്കിൽ തലേനെ കെട്ടിപ്പിടിച്ച് നോക്കാം. ഹഗ് ചെയ്യുക, ഫിസിക്കൽ ഹഗ് പറ്റുന്ന വീട്ടിലിപ്പോ കുട്ടികളും ഭർത്താക്കളും നിങ്ങൾ ചിന്തിച്ചു നോക്കാം, എത്ര നാളായത് കെട്ടിപ്പിടിച്ചിട്ട് ആത്മാർത്ഥമായിട്ട് സ്നേഹത്തോടു കൂടി. ഇപ്പൊ ചിലര് പറയും കെട്ടിപ്പിടിക്കാൻ പോയിട്ട് അടുത്ത് കിട്ടിയിട്ടില്ല, പിന്നെ
ഓക്കെ, ഹഗ് സംവൺ, അത് നിങ്ങൾക്ക് ട്രസ്റ്റ് ബോണ്ടിങ് ഉണ്ടാവുന്ന പറയാം. ഓക്കെ, അപ്പൊ ട്രസ്റ്റ് സംവൺ, ടച്ച്, തൊട്ടിരിക്കുക, തലോടിയിരിക്കുക, ഹാൻഡ് ഷേക്സ്, നല്ല സന്തോഷമുള്ള ഹാൻഡ് ഷേക്ക് കൊടുക്കുക, മസാജ് ചെയ്യുക, നമ്മള് വല്ല മസാജിന് പോവുക, ഇതൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യും. ഇപ്പൊ കർക്കിടക മാസം വരണമെന്നുണ്ടെങ്കിൽ മസാജിന് പോവാം. റെഡി? ഇത് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, സ്പെൻഡ് ക്വാളിറ്റി ടൈം വിത്ത് പീപ്പിൾ. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ആൾക്കാരുടെ കൂടെ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുക. വിത്ത് യുവർ പീപ്പിൾ, വിത്ത് സം പ്ലേസ്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം, നൊസ്റ്റാൾജി ഉണ്ടാക്കിയ ചില സ്ഥലങ്ങള്, വീട്ടിൽ തന്നെ ചില ഏരിയ, ബാൽക്കണി, കസേരയൊക്കെ ഇട്ട് കാല് കയറ്റി വെച്ചിരിക്കുന്നത് വെറുതെ അനന്തതയിലേക്ക് നോക്കിയിരിക്കുക, നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന സാധനം. ചില ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നല്ല കായൽ സൈറ്റോ അല്ലെങ്കിൽ കടലിന്റെ സൈറ്റൊക്കെ ഉണ്ടെങ്കിൽ ചുമ്മാ രാവിലെ പോയിരുന്ന് ഒരു കോഫിയൊക്കെ കുടിച്ച് സന്തോഷത്തോടു കൂടി ഇരിക്കുന്ന ഒരു മൊമെന്റ് ഫീൽ ചെയ്യാം. ക്ലിയർ? അപ്പൊ ഈ രീതിയിൽ സ്പെൻഡ് ക്വാളിറ്റി ടൈം വിത്ത് യുവർ പീപ്പിൾ, വിത്ത് യുവർ ഫാമിലി, വിത്ത് യുവർ ലവ് വൺസ് ചെയ്യുക. 3, പ്രാക്ടീസ് കൈൻഡ്നെസ്. പ്രാക്ടീസ് കൈൻഡ്നെസ്. മറ്റു ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുക, ആൾക്കാരെ കോൺട്രിബ്യൂട്ട് ചെയ്യുക, സെർവ് ചെയ്യുക, സർവീസ് കൊടുക്കുക. നിങ്ങളുടെ സുഹൃത്തിന്റെ വീട്ടിൽ പോകുമ്പോൾ അവിടെ കല്യാണം നടക്കുന്നു, അവിടെ ചെന്ന് നിങ്ങൾ അതിന്റെ ഭാഗമായിട്ട് മാറി, ഞാൻ വിളമ്പാം, സാമ്പാർ ഇതാ, അപ്പൊ നിങ്ങൾ സാമ്പാർ വിളമ്പുന്നു, അതിന്റെ ഭാഗമായിട്ടാണ് മാറി ജാടിയിട്ടിരിക്കാതെ. ക്ലിയർ? ഇത് നമ്മൾ സെർവൻ കോൺട്രിബ്യൂഷൻ, ഗിവിങ് കോംപ്ലിമെന്റ്സ് കൊടുക്കുക ആൾക്കാർക്ക്, ഇതെല്ലാം നമുക്ക് കൈൻഡ്നെസ് ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്. നിങ്ങൾ ഒരു ജന്തു ജീവജാലങ്ങൾ ഒക്കെയാണ്, അതിനെയൊക്കെ നോക്കുക, പരിപാലിക്കുക. റെഡി? അപ്പൊ ഇത് ചെയ്യുക. 4, അപ്രീസിയേഷൻ. നേരത്തെ പറഞ്ഞ സാധനം അപ്രീസിയേഷൻ ഇവിടെ ആവശ്യമാണ്. അപ്രീഷിയേറ്റ് ചെയ്യുക. ഇത്ര കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ഓട്ടോമാറ്റിക് ഓക്സിറ്റോക്സിൻ, ലവ് ഹോർമോൺ. ഇപ്പൊ സെൽഫ് ലവ് ഇല്ലാത്ത ആൾക്കാർ ഈ ഓക്സിറ്റോക്സിൻ ഉയർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടം, സ്നേഹം ഭയങ്കരമായിരിക്കും. പിന്നെ കാണുന്നവരെല്ലാം നിങ്ങൾക്ക് സ്നേഹമായിരിക്കും. ഇപ്പൊ സവിത നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല സവിത പറഞ്ഞേക്കാം ഹസ്ബൻഡിനെ സ്നേഹം കിട്ടുന്നില്ല. അപ്പൊ നമ്മുടെ കൂട്ടത്തിൽ കൂടി പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ ഇപ്പൊ നാട്ടുകാർ മൊത്തം അവളെ സ്നേഹിക്കണം എന്ന് പറഞ്ഞിട്ട് അവര് ജിമ്മിൽ പോകുമ്പോൾ ആൾക്കാരൊക്കെ പഴയ പോലത്തെ അല്ലാത്ത നോട്ടമൊക്കെ, ഒരു ചുണ്ട് കടിച്ചു പിടിച്ച് നോട്ടമൊക്കെ നോക്കണെന്നാ പറയുന്നത്. ഇങ്ങനെ ഓക്കെ, നേരത്തെ ഉണ്ടായിരുന്നില്ല. അപ്പൊ ആ രീതിയിലൊക്കെ സംഭവിക്കണോ? ഓക്സിറ്റോക്സിൻ ആരും അതനുസ പറയും. സാർ എല്ലാരും പറയും സെൽഫ് ലവ് എന്ന്, പക്ഷെ അത് എങ്ങനെ ആക്കി എടുക്കാന്നുള്ളതാണ്. സെൽഫ് ലവ് ആക്കാൻ വേണ്ടി ഓക്സിറ്റോക്സിൻ എംപവർ ചെയ്താൽ മതി. ഇപ്പൊ അതെ. തനിഷയ്ക്ക് വേണ്ടി ജീവിക്കുക. തനിഷയുടെ മോസ്റ്റ് പ്രയോറിറ്റി തനിഷയ്ക്കായിരിക്കണം. തനിഷ ബസ്സിൽ യാത്ര ചെയ്യണു, ഒരു സീറ്റ് കിട്ടി, സീറ്റിൽ ഇരുന്നു. അപ്പൊ അത് വേറെ പെൺകുട്ടി വന്നിട്ട് ഞാനൊന്ന് ഇരുന്നോട്ടെ അവിടെ. ഇരുന്നോ, 4 മിനിറ്റ് അവിടെ ഇരുത്താം. അപ്പൊ ചോദിക്കണം, എന്താണ് അപ്പുറത്ത് സീറ്റ് ഇല്ല, അവിടെ പോയി ഇരിക്കുക, അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യും, സീറ്റ് കിട്ടും, ഞാൻ വെയിറ്റ് ചെയ്ത് എനിക്ക് കിട്ടിയത് എന്ന് പറയാൻ പറ്റണം. സെൽഫിഷ് ആവണം. സെൽഫിഷ് ഒരു പരിധി വരെ സെൽഫിഷ് ആവശ്യമാണ്. അപ്പൊ നമ്മൾ ഫ്ലൈറ്റിൽ പോകുന്ന സമയത്ത് ഞാൻ പലപ്പോഴും പറയുന്നത്, ഫ്ലൈറ്റിൽ പോകുന്ന സമയത്ത് എന്തെങ്കിലും ഓക്സിജൻ ഡ്രോപ്പ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ മാസ്ക് വീഴും. അവർ പറയുന്നുണ്ട് ആദ്യം മാസ്ക് എന്നാ പറയണേ. നമ്മൾ മാസ്ക് വെച്ചിട്ടേ നമ്മൾ മറ്റുള്ളവർക്ക് വെച്ചു കൊടുക്കാൻ പാടുള്ളൂ. നമുക്ക് മാസ്ക് വെച്ച് ആരോഗ്യമുണ്ടെങ്കിൽ, ജീവൻ ഉണ്ടെങ്കിൽ മറ്റു കൊടുക്കാൻ പറ്റുള്ളൂ. ശരിയല്ലേ? നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് വീട്ടമ്മമാര് രാത്രി ഭക്ഷണം ചോറ് കുറച്ചുണ്ടാവുള്ളൂ, പട്ടിണി കിടന്ന് മക്കൾക്കും ഭർത്താവിനും കൊടുക്കും ചോറ്, അല്ലെങ്കിൽ ഒരു മീൻ വറുത്തതുള്ളൂ. ഭയങ്കര ഇഷ്ടമാണ് തനിഷയ്ക്ക് മീൻ വറുത്തത്. അപ്പൊ തനിഷ ചിന്തിക്കുകയാണ്, ഉള്ളിലിരിക്കട്ടെ, അവരെ സന്തോഷം എന്റെ സന്തോഷം. ഒരു ഊള ഡയലോഗ് അത്. നേരെ തിരിച്ചാണ് ചിന്തിക്കേണ്ടേ, എന്റെ സന്തോഷം ആയിരിക്കണം മറ്റുള്ളവരുടെ സന്തോഷം. ഇല്ലല്ലേ? അപ്പൊ എന്ത് ചെയ്യണം? മീനിന്റെ പകുതി ഭർത്താവ്, പകുതി എനിക്ക്. ക്ലിയർ ആണോ? ഇങ്ങനെയാണ് ജീവിക്കേണ്ടത്, സെൽഫിൽ ഇങ്ങനെ ഉണ്ടാക്കേണ്ടത്. ഓക്കെ, സെൽഫിനെ കുറിച്ച് ഞാൻ പറയുന്നത് നെക്സ്റ്റ് ടൈം ഞാൻ പറയാൻ ഡീറ്റെയിൽ ആയിട്ട് കേട്ടോ. തനിഷ എല്ലാ ദിവസവും ക്ലാസ്സിൽ കയറുക. നെക്സ്റ്റ് ഫ്രൈഡേ ഞാൻ സെൽഫിനെ കുറിച്ച് കുറേ പോയിന്റ്സ് സംസാരിക്കാം. ടോക്സിക് റിലേഷൻഷിപ്പിലൊക്കെ പോവാതിരിക്കുക. സെൽഫ് ലവ് ഇല്ലാത്ത ആൾക്കാരെ പോവുക. ഓവർ ഡിപ്പെൻഡഡ് ആയിരിക്കും മറ്റു ആൾക്കാർ. കാരണം മറ്റുള്ളവരുണ്ടെങ്കിലേ ഞാൻ പൂർണ്ണത ആവുള്ളൂ. ആ ചിന്തയാണ് സെൽഫ് ലവ് ഇല്ലാത്ത അവസ്ഥ. എനിക്ക് ആരും വേണ്ട, എനിക്ക് ഞാൻ മതി, അതാണ് സെൽഫ് ലവ്. ഓക്കെ, ശരി, നമുക്ക് അതിലേക്ക് പോകാം. ക്ലിയർ ആണല്ലോ? അപ്പൊ ഡോപ്പമിന്റെ കാര്യം നമ്മൾ സംസാരിച്ചു, ഓക്സിറ്റോക്സിന്റെ കാര്യം നമ്മൾ സംസാരിച്ചു. മൂന്നാമത്തെ സെറോട്ടോണിൻ എന്ന് പറയുന്നത് മൂഡ് സ്റ്റെബിലൈസറാണ്. ഈ കൂട്ടത്തിൽ മൂഡ് സ്വിങ്സ് ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ചിന്തിച്ചോളൂ, അവർക്ക് സന്തോഷിക്കാൻ എപ്പോഴും കഴിയുണ്ടാവില്ല. ഹാപ്പിനെസ് എപ്പോഴും വേരിയേഷൻസ് ആണ് ഭയങ്കരമായിട്ട്. മൂഡ് സ്വിങ്സ്, പെട്ടെന്ന് മൂടോട് മാറും. സന്തോഷിക്കുന്ന ആളാ പെട്ടെന്ന് അന്യനാവും, അല്ലേ? 3 അന്യൻ വരും, അമ്പിയും വരും, ഇതൊക്കെ മാറി വരും, പടപടപടാന്ന് പറഞ്ഞേ. ഇപ്പൊ എന്റെ അമ്മയ്ക്കൊക്കെ ഭയങ്കര മൂഡ് സ്വിങ്സ് ആണ്.
അതായത് ഇപ്പോ സന്തോഷിച്ച ആള് എന്ത് തമാശ പറഞ്ഞാൽ ഇഷ്ടമില്ല, അപ്പൊ തന്നെ മൂടും മതി ദേഷ്യം വന്ന് ആയിക്കോട്ടെ ഈ രീതിയിലൊക്കെ ശബ്ദം പോകണം എന്നിനെ പോലെ ആവുമ്പ. ഓക്കെ. അപ്പൊ ഈ രീതിയിലൊക്കെ അങ്ങനെ ഉണ്ട്. അപ്പൊ അത് ജീവിതത്തിൽ വന്ന കുറെ പ്രാരാബ്ദങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ കണ്ടീഷൻ ആക്കിയതാണ് അങ്ങനെ. എന്റെ അമ്മയൊക്കെ ലൈഫിൽ ചെറുപ്പകാലത്തൊന്നും ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടേ ഇല്ല ലൈഫിൽ. കാരണം അമ്മ ഭയങ്കര ഉടായ്പായിരുന്നു. വീട്ടിൽ ജോലിയൊക്കെ അമ്മയുടെ ചേച്ചി ചെയ്യുമ്പോൾ അപ്പ ഈ പണി നിർക്കാതെ ഒതുങ്ങി ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നിന്ന് അവർ കിട്ടല അവർ ചെയ്തോട്ടെ ഈ രീതിയിൽ മാറിയേക്കും. കല്യാണം കഴിഞ്ഞ് മുടിഞ്ഞ പണിയായി. അതങ്ങനെ വരും. ഉടായ്പ കാണിച്ചു ഞാൻ എന്റെ മോളത്ത് പറയും, മടി പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ 8ന്റെ പണിയായി കിട്ടാൻ പോണെ. ഉത്തരവാദിത്തം ഇല്ലാതെ മാറി നിൽക്കുന്ന ആളുകൾ ഈ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചു നോക്കുക. ഉത്തരവാദിത്തം ഇല്ലാത്ത കുട്ടിക്കാലമായിരുന്നെങ്കിൽ ഇന്ന് നല്ല ഉത്തരവാദിത്തമുള്ള ജീവിതമായിരിക്കും. ശരിയല്ലേ? ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ. അപ്പൊ സെറോട്ടോണിൻ മൂഡ് സ്റ്റെബിലൈസർ എന്ന് പറയാ. സെറോട്ടോണിൻ ബൂസ്റ്റ് ചെയ്യേണ്ട 5 പോയിന്റ്സ് പെട്ടെന്ന് ഓടിച്ച് പറയാൻ നോക്കിക്കോളൂ. ഗെറ്റ് സൺലൈറ്റ്. എല്ലാ ദിവസവും രാവിലെ വെയിൽ, സൂര്യപ്രകാശം ഏൽക്കുക കുറച്ചു നേരം. രാവിലത്തെ വെയിൽ ഒരു 7 മണിക്കും 8 മണിക്കൊക്കെ മുമ്പുള്ള വെയില് നല്ല വെയിൽ ഇതാണ്. ഒരു വൈറ്റമിൻ ഡി ഒക്കെ ഉണ്ടാവുന്ന ശരീരത്തിൽ. ശരിയല്ലേ? രാവിലത്തെ വെയിൽ കൊള്ളുന്നത് നിങ്ങളുടെ ഇമോഷണൽ ബാലൻസ് ഉണ്ടാക്കി തരുന്ന പറയാം. വെയിൽ കൊള്ളാം 10 to 20 minutes. ഓക്കെ. 2, പ്രാക്ടീസ് മൈൻഡ്ഫുൾനെസ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. മൈൻഡ്ഫുൾനെസ്, മനസ്സ് നിറച്ചു നടക്കണം എപ്പോഴും. ഓക്കെ. കാം യുവർ മൈൻഡ് ത്രൂ ഡീപ് ബ്രീത്തിങ് അല്ലെങ്കിൽ മെഡിറ്റേഷൻ പോലെ എക്സസൈസ് ചെയ്ത് നിങ്ങളുടെ സ്ട്രെസ് റെഡ്യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാം. മൈൻഡ്ഫുൾനെസ് എപ്പോഴും മനസ്സ് നിറച്ചുള്ള ഫീൽ ആണ്, എപ്പോഴും നിറഞ്ഞിരിക്കുന്ന ഈ മൊമെന്റിൽ ജീവിക്കുന്ന അവസ്ഥ ശരിക്കും മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീവ് ഇൻ ദ പ്രസന്റ്. ഈ മൊമെന്റിൽ അങ്ങോട്ട് ജീവിക്കാം, സന്തോഷത്തോടെ ഇരിക്കാം. റെഡിയാണോ? ഇത് മെഡിറ്റേഷൻ ഒക്കെ നല്ലതാണ്. നമ്മൾ മെഡിറ്റേഷൻ പ്രോഗ്രാം എല്ലാ ബുധനാഴ്ച ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഡു ദ പ്രാക്ടീസ് വിത്ത് മീ. നിങ്ങൾ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. 3, എക്സസൈസ്. എയറോബിക് എക്സസൈസ് നല്ലതാണ്. മൂഡ് സ്വിങ്സ് അടക്കം ചെയ്യേണ്ടത് എയറോബിക് എക്സസൈസ്. എന്താണ്, സൈക്ലിംഗ്, ജോഗിങ് അല്ലെ, ചെറിയ ഓട്ടം, സൈക്ലിങ്, ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ മൂഡ് സ്റ്റെബിലൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. യോഗയൊക്കെ നല്ലതാണ്. യോഗയൊക്കെ ചെയ്യണത് നല്ലതാണ്. ക്ലിയർ? ഇപ്പൊ മൂഡ് സ്വിങ്സ് ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ ചെക്ക് ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുക. സെറോട്ടോണിൻ ബൂസ്റ്റിംഗ് ഫുഡ് കഴിക്കണം. അതിൻ്റെ അകത്തൊരു ഒരു അമിനോ ആസിഡ്സ് ഉണ്ട്. എന്താണ്? ട്രിപ്റ്റോഫാൻ. ട്രിപ്റ്റോഫാൻ എന്ന് പറഞ്ഞൊരു അമിനോ ആസിഡ്. ആ അമിനോ ആസിഡ് ഉള്ള ഭക്ഷണം കഴിക്കണം സെറോട്ടോണിൻ കൂടാനായിട്ട്. അതുള്ള ഭക്ഷണം എന്തൊക്കെയാണെന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്. എഗ്സ്, മുട്ട. മഞ്ഞക്കുരുലാണുള്ളത് കേട്ടോ. നമ്മൾ പലരും മുട്ട കഴിക്കും, വെള്ളം കഴിച്ചിട്ട് മഞ്ഞ മാറ്റി വയ്ക്കും. ഏതോ ആരോ എവിടെയോ കേട്ടു സംസാരിച്ച് അറിഞ്ഞു വെച്ചു, മുട്ടയുടെ മഞ്ഞയിൽ മുടിഞ്ഞ കൊളസ്ട്രോളാ, കഴിക്കരുത്. ശരിയല്ലേ? ആ പൊട്ടത്തിനെ വിചാരിച്ച് കേട്ടോണ്ടിരുന്നു നമ്മള്. വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. ആരായിരുന്നു പറഞ്ഞതെന്ന് അറിയോ? പാം ഓയിൽ കൊണ്ട് ഇറക്കുമതി ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ സാധനമായിരുന്നു. അപ്പൊ നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗം നിർത്തി, നമ്മൾ പാം ഓയിൽ ഉപയോഗിക്കാൻ തുടങ്ങി. എന്ത് പറ്റി? കൊളസ്ട്രോൾ മറ്റു സാധനമൊക്കെ പാമുകൾ കയറാൻ തുടങ്ങി. ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ. ശുദ്ധമായ വെളിച്ചെണ്ണ പച്ചതോടെ കഴിക്കാൻ പറയും. വെറും വയറ്റിൽ രാവിലെ നല്ലതെന്ന് പറയും. നല്ല ശോധന ഉണ്ടാവാനൊക്കെ വെളിച്ചെണ്ണ ബെസ്റ്റ് ആണെന്ന് പറയാം. അല്ലേ? നമ്മൾ പകരം പാം ഓയിലും റൈസ് ബ്രാൻ ഓയിലും ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. സൺഫ്ലവർ ഓയിലൊക്കെ. ക്ലിയർ? ഓക്കെ. വടോ. അപ്പൊ സെറോട്ടോണിൻ ബൂസ്റ്റിംഗ് ഫുഡുകളായിട്ടുള്ള എഗ്ഗ്, ചീസിലൊക്കെ നമുക്ക് ഈ അമിനോ ആസിഡ് ഉണ്ടെന്നാ പറയാ. ടർക്കി കോഴി, സാൽമൺ മീൻ. സാൽമൺ കിട്ടുമെന്ന് അറിയില്ല, അയിലയിലൊക്കെ ഉണ്ടാവും. ചൂര മീനിലൊക്കെ ഉണ്ടാവും. ചൂര മീനെ കഴിക്കുന്നത് നല്ലതാണ്, മൂഡ് സ്റ്റെബിലൈസ് നല്ലതാണ്. റെഡി? മീര പ്രശാന്ത് തിരുവനന്തപുരംകാരിയാണോ? അല്ലല്ലോ. തൃശ്ശൂര്. തൃശ്ശൂർ. ഓക്കെ. ട്രിവാൻഡ്രംകാര് തിരുവനന്തപുരം നോക്കിയറിയാൻ പറ്റും. ചൂര ഭയങ്കര കഴിക്കും അവിടുത്തെ ആൾക്കാർ. ഓക്കെ. 5, പോസിറ്റീവ് വിഷ്വലൈസേഷൻ. നല്ലതാണ്. നിങ്ങളുടെ എപ്പോഴും ഹാപ്പിനെസ്, സന്തോഷത്തോടു കൂടിയുള്ള ആ സാധനം ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ കാണണം. ഹാപ്പി എപ്പോഴും ഒരു വിഷ്വലൈസേഷൻ. നല്ല ആൾക്കാരെ കൂടി ഇരിക്കുന്നത്, സന്തോഷം പങ്കിടുന്നത്, അല്ലെങ്കിൽ ഇതിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നത്, ഇതെല്ലാം വിഷ്വലൈസ് ചെയ്യാം. റെഡി? ഫെമിനി ആൻസർ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഓക്കെ. അപ്പൊ DOS. ഇനി E, എൻഡോർഫിൻസ്. എൻഡോർഫിൻസ് എന്ന് പറഞ്ഞ ഹോർമോൺ എന്ന് പറയുന്നത് പെയിൻ റിലീവർ എന്നാ പറയാ. അതായത് നമ്മളുടെ എന്താണ്, ആന്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ് കഴിക്കുന്ന പോലെയാണ് ഇത്. ഈ സ്പിരിച്വാലിറ്റിയുള്ള ആൾക്കാരൊക്കെ പെയിൻ അറിയാതെ പോകുന്നൊക്കെ ഈ സാധനം വളരെ കൂടുതലാണ്. അപ്പൊ വിശപ്പറിയില്ല അവർക്ക്, വിശപ്പില്ല, ഒന്നുമില്ല. നമ്മുടെ സദ്ഗുരു പറയുന്നുണ്ട്, ദിവസം ഒരു നേരം ഭക്ഷണം കഴിക്കുകയുള്ളൂ, ഉച്ചയ്ക്ക് മാത്രം. പിന്നെ ഭക്ഷണം കഴിക്കുകയില്ല. രാവിലെ ഇല്ല, വൈകിട്ടില്ല, രാത്രിയില്ല. ഒറ്റ നേരം ഉച്ചയ്ക്ക് മാത്രം ഭക്ഷണം കഴിക്കും, കുറച്ച് ഭക്ഷണം കഴിക്കും. ഫുൾ എനർജിയാ. അവരെ ഹെവൻലി ബ്ലിസ്സിലാണ് എപ്പോഴും. ഇപ്പൊ ശിവരാത്രി കാണുന്ന സമയത്ത് നിങ്ങൾ
ഇൻസ്പയർ ഓഫ് റിലീജിയൻ നിങ്ങൾ അങ്ങനെ നോക്കണ്ട. കാണാം ഈ ഇദ്ദേഹം ഇങ്ങനെ ഡാൻസ് കാണാൻ ആൾക്കാർ കൂടെ വന്നിട്ട് വേറെ തലത്തിലാണ് പുള്ളി ജീവിക്കുന്നത്. എന്തോ ആയിക്കോട്ടെ വാട്ടോ, എന്ത് വേറെ പുള്ളിയോട് പുള്ളിക്കെതിരെ അലിഗേഷൻസോ കാര്യങ്ങളോ എങ്കിലും തീർച്ചയായും പുള്ളി ഇങ്ങനെ ഡാൻസ് കളിച്ച് പാട്ടൊക്കെ പാടി ഇങ്ങനെ വേറെ ലോകത്താണ്. അത് ഈ എൻഡോർഫിൻസിന്റെ ഒക്കെ അധികമായിട്ടുള്ള ഒരു സാധനം തന്നെ ഉണ്ടാവും. പെയിൻ അറിയില്ല ലൈഫിൽ, വേദന അറിയില്ല. ഒരു കഥ കേട്ടിട്ടുണ്ട്, ചൈനയിലാന്ന് തോന്നുന്നു, ഒരാൾ ഇതൊരു സന്യാസി ഇങ്ങനെ അടിച്ചു വാരിക്കൊണ്ടിരിക്കുകയാണ് പുള്ളി. അപ്പൊ മോള് മരിച്ചു കഴിഞ്ഞപ്പോ പുള്ളിയെടുത്ത് പറഞ്ഞു, സ്വാമി നിങ്ങളുടെ മോള് മരിച്ചു എന്നാൽ ഇദ്ദേഹം പറഞ്ഞു അവൾ ദൈവത്തിന്റെ കൂടെ ചേർന്നിരിക്കുകയാണ്. പുള്ളി തിരിച്ചു വീണ്ടും അടിച്ചു വാരി കർമ്മത്തിലേക്ക് പോയി. ഈ സാധനം ഉള്ളതുകൊണ്ടാക്കാൻ പെയിൻ അറിയില്ല. എൻഡോർഫിൻസ്. ഓക്കെ, എൻഡോർഫിൻസ് നാച്ചുറൽ പെയിൻ കില്ലേഴ്സ് എന്ന് പറയാ. ഇംപ്രൂവ് മൂഡ് ആൻഡ് റെഡ്യൂസ് ഡിസ്കംഫേർട്ട്. ഡിസ്കംഫേർട്ടിനെ മൂഡിനൊക്കെ റെഡ്യൂസ് ചെയ്യുന്ന സാധനമാണ് ഈ എൻഡോർഫിൻ. എൻഡോർഫിൻ ഉയർത്താനായിട്ടുള്ള 5 പോയിന്റ്സ് ഓടിച്ചിട്ട് പറയാം, നോട്ട് ചെയ്യാം. ഒന്നാമത്തെ പോയിന്റ്, ഹൈ ഇന്റൻസിറ്റി വർക്കൗട്ടുകൾ ചെയ്യുക. ജിമ്മിൽ പോകുന്ന ആൾക്കാരെ നന്നായിട്ട് വെയിറ്റ് എടുക്കുക, പെയിൻഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. ഹൈ ഇന്റൻസിറ്റി വർക്കൗട്ട്സ്, വെയിറ്റ്സ് കാര്യങ്ങളൊക്കെ എടുത്ത് പെയിൻ എടുക്കാം. ജിതിഷ കേൾക്കുന്നുണ്ടോ? ഞാൻ ഈ കൂട്ടത്തിൽ ഇന്നലെ ഡിവിനോട് ചോദിച്ചു, ഡിവി ജിമ്മിൽ പോകാൻ പറ്റുമോ? കാര്യം ഈ സാധനം ഉണ്ടാവാൻ വേണ്ടിയാണ് നല്ല വെയിറ്റ് എടുക്കുക. ഞാൻ സാറെടുത്ത് പറഞ്ഞിട്ടുണ്ട്, സാറുടെ ആ പെയിൻ മാറാൻ വേണ്ടി സാറിന് ജിമ്മിൽ പോകാൻ പറഞ്ഞു. ശരിയല്ലേ? അപ്പൊ നല്ലതാണ്. ബ്രിസ്ക് വാക്കിംഗ്, വളരെ വേഗത്തിൽ നടക്കാം, ഇതൊക്കെ ഗുണം ചെയ്യും. ഓക്കെ, രണ്ടാമത്തത് ലാഫ് ഓഫൺ, എപ്പോഴും ചിരിക്കുക. ചെറിയ കാര്യം കേട്ടു, ചെറിയ സാരം കേട്ടു, എന്റെ പൊന്നോ, ഈ രീതിയിലായിരിക്കണം ചിരി. ശ്രീനിവാസൻ ചിരിക്കും, വർക്ക് നോക്കി എന്തത് ചിരിക്കണ പോലെ ആവരുത്. ഫോട്ടോയിൽ പോസ്റ്റ് സമയത്ത് ക്യാമറ ചേട്ടാ അത് ചിരിക്കും തുറപ്പ ഉള്ളിലാണ് ചിരി പുറത്ത് എന്നാവരുത്. ശരിക്കും ചിരിക്കാം, പൊട്ടി ചിരിക്കാം. പരിസരം നോക്ക മറന്ന് ചിരിക്കണം. പറ്റുമോ? ആൾക്കാരെന്ത് ചിന്തിക്കും, ഞാൻ ചിരിക്കേണ്ട, എന്തൊന്നും ചിരിച്ചോട്ടെ, എന്തൊന്നും ചിന്തിച്ചോട്ടെ, നമുക്ക് വേണ്ടി ചെയ്യുന്നത്. അപ്പൊ ലാഫ് ഓഫൺ. മൂന്നാമത്തെ പോയിന്റ്, ലിസൺ ടു മ്യൂസിക്. സംഗീതം കേൾക്കുക, മ്യൂസിക് കേൾക്കുക. അതും നല്ല എന്താണ്, നമ്മുടെ സൂത്തിങ്, നമ്മുടെ മനസ്സിനെ ഭയങ്കരമായിട്ട് ഉണർത്തുന്ന ഉയർത്തുന്ന ഒരു സൂത്തിങ് മ്യൂസിക്, അല്ലെങ്കിൽ നമ്മളുടെ അഡ്രിനാലിൻ പമ്പ് ചെയ്യുന്ന മ്യൂസിക് എല്ലാം കേൾക്കാം. നല്ല ബീറ്റ്സ് ഉള്ള ഹിയർ ദ സോങ്സ്, മ്യൂസിക്. രാവിലെ പാട്ടൊക്കെ ഇട്ട് അടുക്കളയിലൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ ജിസാ ജോമൻ ഹെഡ്ഫോൺ വെച്ചുകൊണ്ട് നല്ല എയർമാന്റെ ആ പാട്ട് കേട്ടോട്ട് ദോശ വെച്ചോണ്ട് അവസ്ഥ ആലോചിച്ച് നോക്കിയേ. ഇതുവരെ രുചിയില്ലാത്ത ദോശ ഉണ്ടായിരിക്കുമെന്ന്, നല്ല മൊരിഞ്ഞ ദോശ. ഡു ദിസ്. ഓക്കെ, അപ്പൊ മൂന്നാം സാധനം ലിസൺ ടു മ്യൂസിക്. നാലാമത്തെ, ഈറ്റ് സ്പൈസി ഫുഡ്. എരിവുള്ള ഭക്ഷണം കഴിക്കുന്നത് ഈ സാധനം ഉണ്ടാക്കുന്ന പറയാ. അത് ഈ ഇതരം ഇല്ലേ, എന്താണ്, ജോളോ ചിപ്സ് ഒക്കെ മേടിച്ച് കഴിക്കുക ഇടയ്ക്ക്. ഓക്കെ, അപ്പൊ ഇത് ഈ സ്പൈസി ഫുഡ്സ്. ചില്ലി പെപ്പേഴ്സ്, അതിൽ ക്യാപ്സൈസിൻ അങ്ങനെ സാധനം ഉണ്ട്. ആ ഒരു എൻസൈം നിങ്ങളുടെ ഈ എൻഡോർഫിൻ ഉയർത്തുന്ന പറയാം. അത് ഈ ചില്ലി പെപ്പേഴ്സിലുണ്ടെന്ന് പറയാം. മുളകിൽ ചില്ലി പെപ്പേഴ്സിൽ അതുണ്ട്. റെഡി? അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എൻഡോർഫിൻ സ്വാഭാവികമായിട്ട് വരുന്നുണ്ടാവും. ഈ DOSC, ഡോപ്പമിൻ, ഓക്സിറ്റോസിൻ, സെറോട്ടോണിൻ, എൻഡോർഫിൻ ഹോർമോൺസിനെ നിങ്ങൾ പറഞ്ഞ പ്രാക്ടീസ് എല്ലാ ദിവസവും ചെയ്യാൻ നിങ്ങൾ ഓട്ടോമാറ്റിക് നിങ്ങളുടെ എന്താണ് മൂഡ്, സന്തോഷം ഉയരുന്നുണ്ടാവും. നിങ്ങൾ തന്നെ അട്രാക്ട് ചെയ്യപ്പെടും, എല്ലാ നിങ്ങളുടെ മുമ്പിലേക്ക് വരും. പിന്നെ നിങ്ങൾക്ക് സന്തോഷിക്കുന്ന സാധനം കിട്ടിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ ഊരും അറിയണ്ട, മുമ്പിൽ അത് വന്ന് പ്രത്യക്ഷപ്പെടും. ബിക്കോസ് യു ആർ ഹാപ്പി, ഉള്ളിൽ നിങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. അതോടൊപ്പം ചെയ്യാൻ 5 കാര്യം ഓടിച്ച് പറയാം. ജനറൽ പ്രാക്ടീസ് ചെയ്യണം. 1, മെയിൻറ്റെയിൻ ഹെൽത്തി സ്ലീപ്പ് സൈക്കിൾ, നല്ല ഉറങ്ങാൻ ശ്രമിക്കുക, എല്ലാ ദിവസവും നന്നായിട്ട് ഉറങ്ങുക. 2, പ്രാക്ടീസ് ഡീപ് ബ്രീതിങ്. നമ്മൾ രാവിലെ ചെയ്യുന്ന സാധനമാണ് ഡീപ് ബ്രീതിങ്. നല്ല ലങ്സ് നമ്മൾ 25% മാത്രം ലങ്സിന് ഉപയോഗിക്കുന്നു, ലങ്സ് കപ്പാസിറ്റി ഉപയോഗിക്കുന്നത് എല്ലാ ദിവസവും. അപ്പൊ എല്ലാ ദിവസവും രാവിലെ നമ്മൾ നമ്മുടെ 100% നമ്മുടെ ലങ്സിന്റെ പൊട്ടൻഷ്യൽ യൂസ് ചെയ്യാം. കംപ്ലീറ്റ് ബ്രീത്ത് ഔട്ട്. ഈ രീതിയിൽ നമ്മൾ രാവിലെ ചെയ്യുന്നുണ്ട്. ഇതിൽ കുറെ ആൾക്ക് ചെയ്യുന്നില്ല. ഞാൻ ബ്രീത്തിന് ഞാൻ കണ്ണടച്ച് ചെയ്യണത്. പക്ഷെ നിങ്ങളിങ്ങനെ അന്തം വിട്ടിട്ടുണ്ടോ? ഇതൊന്നും തീർന്നിട്ട് വേണം ചായ കുടിക്കാൻ രാവിലെ. ഈ രീതിയിൽ പല 1000 രൂപ കൊടുത്ത് പോയോണ്ട് 20 ആൾക്കാർ കൂട്ടത്തിലുണ്ട്. മുതലെടുത്ത് ഞാൻ 1000 രൂപ തീർത്തിട്ടേ ഞാൻ പോവുള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഒന്നാമത്തെ ഹെൽത്തി സ്ലീപ്പ് സൈക്കിൾ, 2 ഡീപ് ബ്രീത്തിങ്, 3 ജേർണലിംഗ്. ജേർണലിംഗ് എന്ന് പറഞ്ഞാൽ അന്നത്തെ ദിവസം നടന്ന നല്ല സംഭവം എഴുതി വെക്കുകയോ ചിന്തിക്കുകയോ ചെയ്യും. രാത്രി ഇന്ന് നടന്ന നല്ല നല്ല കാര്യങ്ങൾ എന്തൊക്കെ സംഭവിച്ചു അതിനെ കുറിച്ചൊക്കെ ചിന്തിക്കാം. രാവിലെ എണീറ്റ മുതൽ കേട്ടോ ജിഷ, ഇന്ന് നടന്ന നല്ല സംഭവങ്ങളൊക്കെ ചിന്തിക്കുക, ആലോചിക്കുക, രാത്രി സന്തോഷത്തോടു കൂടി കിടന്നുറങ്ങാം. ഇത് ഇന്ന പോലെ സംഭവിച്ചു, ഇന്ന പോലെയൊക്കെ നടന്നു. ഷെയർ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. അതെല്ലാം ഇന്നത്തെ ദിവസം സംഭവിച്ചു. ചില കുട്ടികൾ കണ്ടിട്ടുണ്ടോ, സ്കൂളിൽ വന്ന എല്ലാ കാര്യം അതുപോലെ വന്ന് പറയും വീട്ടിൽ അമ്മയുടെ അടുത്ത് അല്ലെ അച്ഛൻ്റെ അടുത്ത്, വള്ളി പുള്ളി തെറ്റാതെ എന്ന് പറഞ്ഞ പോലെ ജേർണലിംഗ് നിങ്ങൾ ചെയ്യുക.
എൻഗേജ് ഇൻ ക്രിയേറ്റീവ് ആക്ടിവിറ്റീസ്. ഇപ്പോൾ ലതിക റാമിനൊക്കെ ഭയങ്കരമായിട്ട് സാധനം കിട്ടുന്നുണ്ടാവും. ക്രിയേറ്റീവ് ആക്ടിവിറ്റീസിൽ എപ്പോഴും എൻഗേജ് ആവാം. ഈ രീതിയിലുള്ള പെയിന്റിങ്സ്, എഴുത്തുകൾ, കവിത എഴുതുക, പടം വരയ്ക്കുക, ഇതൊക്കെ നിങ്ങൾക്ക് ക്രിയേറ്റിവിറ്റി കൂട്ടുന്നുണ്ടാവും. ആ ക്രിയേറ്റിവിറ്റി കൂടുന്നതനുസരിച്ച് നമ്മുടെ മൂഡ് മാറി ഹാപ്പിനെസ്സിൽ നമ്മൾ പോകുന്നുണ്ടാവും. ശരിയല്ലേ? അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കുക. ഇപ്പൊ ദോശമാവ് കിട്ടി, ദോശ അല്ലാതെ ഇഡ്ഡലി അല്ല വേറെ ഉണ്ടാക്കാൻ പറ്റുക, ചിന്തിക്കുക. എന്നിട്ട് അത് ഭർത്താവിനെ കൊണ്ട് തീറ്റിച്ചിട്ട് നോക്കി ചിരിക്കുക. ഓക്കെ. പാണ്ടിപ്പട സിനിമയില് ദിലീപിന് ദിലീപ് ഇങ്ങനെ കരയൂല ഇങ്ങനെ. ഞാൻ ചിരിച്ച് ഫസ്റ്റ് കണ്ടപ്പോ ഞാൻ ചിരിച്ച് ഞാൻ കസേരയിൽ നിന്ന് നിലത്ത് വീണ് ചിരിച്ച ആളാ ആ സീൻ കണ്ടിട്ട്. പാണ്ടിപ്പട സിനിമയിൽ അച്ചാറിന്റെ കമ്പനി പോയിട്ട് അച്ചാർ തീറ്റിക്കും. ഇത് കഴിച്ചു നോക്കുന്നു, ഓരോന്നും എരി. ഇത് കാന്താരിമുളക് അച്ചാർ പറഞ്ഞ് തിരിച്ചിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ ആ സീൻ? അപ്പൊ എന്ന് പറഞ്ഞ പോലെ നല്ല എരിയുള്ള അച്ചാർ കൊടുത്തിട്ട് മുഴുവൻ കഴിച്ചിട്ട് നോക്കി കണ്ണിന്ന് വെള്ളം വരെ നോക്കിയിരിക്കണം. ഓക്കെ, ശരി. അപ്പൊ എൻഗേജിങ് ക്രിയേറ്റീവ് ആക്ടിവിറ്റി ചെയ്യുക. സ്പെൻഡ് ടൈം ഇൻ നേച്ചർ. പ്രകൃതിയോട് കൂടി സമയം സ്പെൻഡ് ചെയ്യുക. പെറ്റ്സ്, കിളികൾ അല്ലെങ്കിൽ മീൻ ഒക്കെ ഉണ്ട് വീട്ടിലുണ്ടെങ്കിൽ അതിൻ്റെ നോക്കുക. അതിന് കുറച്ച് നേരം എല്ലാ ദിവസവും സ്പെൻഡ് ടൈം. റെഡി? വെരി 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 ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഇന്ന് സംസാരിച്ച 4 കാര്യങ്ങൾ. ഇത്ര രാവിലെ തുടങ്ങിയപ്പോൾ സെഷൻ തുടങ്ങിയപ്പോൾ പറഞ്ഞ കാര്യം അല്ലല്ലോ ഇപ്പൊ മനസ്സിൽ കിടക്കണേ. പുറത്താണോ സന്തോഷം വേണ്ടത്? സന്തോഷം പുറത്തുനിന്ന് വേണമെന്നുണ്ടെങ്കിൽ അകത്ത് സന്തോഷം ഉണ്ടാവണം. ശരിയല്ലേ തനിഷ? തനിഷ പോയോ? തനിഷ കാണുന്നില്ല. പോയിട്ടില്ല, അവിടെ ഉണ്ട്. കാണുന്നില്ല. ഒരു വെളിച്ചം മാത്രം കാണുന്നുള്ളൂ, ഒരു അരണ്ട പ്രകാശം മാത്രം. ഒരു ചായ കുടിക്കാൻ പോയതാ സാർ പറഞ്ഞു. സന്തോഷം. ഞാൻ വിത്ത് ഇയർഫോൺ. സൂപ്പർ. എനിക്ക് ഏറ്റവും സന്തോഷം തരുന്ന സാധനം ഇപ്പൊ തനിഷ പറഞ്ഞ സാധനം. ഈ സെഷൻ കഴിഞ്ഞ് വൈഫ് ഇപ്പൊ ഞാൻ ജിമ്മിൽ പോകണേ, പനിയായിട്ട് 2 ദിവസം ലീവാ. എനിക്ക് വൈഫ് ചായ ഇട്ടൊരു ഹോർലിക്സ് ഇട്ട ചായ. ആ ചായ ഞാൻ അവിടെ ഇരുന്ന്, സോഫയില്ല, താഴെ ഇരുന്ന്, പൂർണ്ണമെടുത്തപ്പോഴും പറഞ്ഞത് താഴെ ഇരുന്ന് ടി വിയിൽ എന്തിനും യൂട്യൂബിൽ തമാശ നിന്നിട്ട് രാവിലെ അത് കണ്ടുകൊണ്ട് കുടിക്കുന്ന ആ സാധനം. ഓ എന്റെ മോനെ, പിന്നെ ഒന്നും കാണാൻ പറ്റില്ല നമുക്ക് ചുറ്റുള്ളത്. ഭയങ്കര സന്തോഷം. എല്ലാ ദിവസവും രാവിലെ അതായത് ഡയറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ചായ കുടിക്കാനുള്ള ഡയറ്റ് ഒന്നും എനിക്കില്ല. എനിക്ക് ചായ കുടിക്കും എല്ലാ ദിവസവും. രാവിലെ പറ്റി ഞാൻ ചായ കുടിക്കും. ക്ലിയർ? അത് കഴിക്കാനുള്ള വയറ് കുറഞ്ഞാൽ മതി എന്നൊരു ഭക്ഷണം കഴിച്ചുകൊണ്ടുള്ള ഡയറ്റിങ് മാത്രം നമ്മള് എന്താ പറയാ, ഡിവിൻ കേട്ടില്ല. ഭക്ഷണം കഴിച്ചുകൊണ്ടുള്ള ഡയറ്റിങ് മാത്രം ചെയ്താൽ മതി. അതെ, ക്ലിയർ. ഷുഗർ ഉള്ള ആൾക്കാർ ഞാൻ പറയുന്ന കാര്യമാണ്, മധുരം കഴിച്ച് ഷുഗറിനെ കൺട്രോൾ ചെയ്യണം. നിങ്ങൾ ഓരോ സമയത്തും മധുരം ഇല്ലാത്ത സാധനം കഴിക്കുന്നതോടത്തോളം ഷുഗർ ഉണ്ടാവുന്ന സാധനം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ചായ ഒരു കടയിൽ ചെന്നിട്ട് ചേട്ടാ ഒരു ചായ വിത്തോട്ട് മതി. അപ്പൊ എന്താ അർത്ഥം? വിത്തോട്ട് മതിയെ, ഷുഗർ ഉള്ള ആളാ എന്ന് പറയണത് നമ്മള്. ശരിയല്ലേ? പണ്ട് മധുരം കഴിക്കുക, ബാക്കി അളവ് കുറയ്ക്കുക, എക്സസൈസ് ചെയ്യുക, ബാക്കി കാര്യങ്ങൾ ചെയ്യുക, സന്തോഷമായിട്ടിരിക്കുക, എന്നിട്ട് ജീവിക്കാം, സന്തോഷം ജീവിക്കുക. ഇപ്പൊ ഈ കൂട്ടത്തിൽ ഈ ആൾക്കാർ ചില പെർട്ടിക്കുലർ ജോലി ചെയ്യുന്നുണ്ട്, സന്തോഷം കിട്ടുന്നില്ല, ബോസൊക്കെ എന്നും അടിയാണ്, ഹാപ്പിനെസ് ഇല്ലാന്നുണ്ടെങ്കിൽ ചേഞ്ച് ഒരു ജോബ്. ഒന്നും നോക്കരുത്. ഭർത്താവ് ഇത്ര 20 കൊല്ലായി, ഒരു രീതി ഭയങ്കര ടെറിബിൾ ആണ് ലൈഫ്. ഡെഫിനറ്റ്ലി ഉറപ്പടി ഞാൻ പറയുന്നത്. അതിനകത്ത് ഒരു കുറ്റബോധം വരിക. എന്റെ അച്ഛനും അമ്മയും എത്ര കൊല്ലം ജീവിച്ച് ഒരുമിച്ച്, അവർ ഡൈവേഴ്സ്, ഞാൻ ഡൈവേഴ്സ്, എന്തുകൊണ്ട് ചിന്തിക്കുകയും ചെയ്യരുത്. ചേഞ്ച് യുവർ പീപ്പിൾ, ചേഞ്ച് യുവർ ഹസ്ബൻഡ്, ചേഞ്ച് യുവർ വൈഫ്. സീരിയസ്ലി നമുക്ക് സന്തോഷം സമാധാനം കിട്ടാൻ ഞാനും കൂടി ചിന്തിക്കണം കേട്ടോ. ഞാൻ അങ്ങോട്ട് തിരിച്ചും ടോക്സിക് ചെക്ക് ചെയ്യാം, എന്നിട്ട് വേണം നോക്കാനായിട്ട്. ഇത് ചില വീട്ടിൽ ഈ എന്താണ് നമ്മുടെ അമൽ നീരദിന്റെ സിനിമ പോലെ കംപ്ലീറ്റ് വെടിവെച്ചകളാ ഭാര്യയും ഭർത്താവും തമ്മിൽ. ഭാര്യ വെച്ചതൊന്നും ഭർത്താവ് വെച്ചത്. ഞാൻ എനിക്ക് ലിൻ്റെ അടുത്ത് പറയാനുള്ള കാരണം അതാ. ചേഞ്ച് ദാറ്റ്. അൾട്ടിമേറ്റ് ഹാപ്പിനെസ് നമുക്കായിരിക്കണം ലൈഫിൽ. ശരിയാണല്ലോ? എൻ്റെ അടുത്ത് ചെക്ക് ചെയ്യാൻ പറ്റി. ഞാൻ കൂടുതലും രാവിലെ മുതൽ സെഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഓരോ ചിരിക്കാത്ത ആൾക്കാരെ ഞാൻ പറയും. ചിരിയാവുന്നില്ലല്ലോ, ചിരി എന്താ കാണാത്ത? ഞാൻ ഗിരിജ മാഡത്തിന്റെ ഇടയ്ക്ക് ചോദിക്കുമ്പോൾ ഗിരിജ മാഡം എനിക്ക് വോയിസ് ഇടും, ശരിയായിരുന്നു, ഞാൻ മൂഡ് ഓഫ് ആയിരുന്നു. അല്ലേ മാഡം? ശരിയല്ലേ? എപ്പോഴും ഹാപ്പിനെസ് മുഖത്തുണ്ടാക്കുന്ന ആൾക്കാർ കൂട്ടത്തിൽ ചിന്തിച്ച് നോക്കിയുള്ള അവർ എപ്പോഴും ജീവിതത്തിൽ ഹാപ്പി ആയിരിക്കും. അവർക്ക് നല്ല സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. മുഖത്ത് ചിരി കുറവുള്ള ആളാ ജിജിഷ. ചിരി കുറവാണ് ജിജിഷയ്ക്ക്. ശരിയല്ലേ ജിജിഷ? ശരിയാണോ ജിജിഷ? യു ആർ വെരി ബ്യൂട്ടിഫുൾ. ആ ചിരി ഉണ്ടെങ്കിൽ അതിഭംഗിയായിരിക്കും. അപ്പൊ അങ്ങനെ നമ്മൾ ചിരിക്കുക, അപ്രീഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് ബാക്കിയെല്ലാം നമ്മളിലേക്ക് തന്നെ വരാൻ തുടങ്ങും. ഒരു സ്പിരിച്വാലിറ്റിയിലേക്ക് പോകണ്ട നമ്മൾ. ബിക്കോസ് വി ആർ സ്പിരിച്വൽ ബീയിങ്സ്. നമ്മൾ ഓൾറെഡി സ്പിരിച്വൽ ബീയിങ്സ് ആണ്. കമ്മിങ് ടു ദിസ് എർത്ത് ആസ് ഹ്യൂമൻ ബീയിങ്സ്. ഒരു ചട്ടക്കൂടിന്റെ ശരീരത്തിന്റെ അകത്തേക്ക് ആയിപ്പോയെന്ന് മാത്രമേ ഉള്ളൂ. വി ആർ ഓൾറെഡി സ്പിരിച്വൽ ബീയിങ്സ്. അതുകൊണ്ടാണ് പറഞ്ഞ അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞാൽ. അതുകൊണ്ടാണ്
നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ളത് ഈശ്വരൻ, ബ്രഹ്മ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. ക്ലിയർ? റെഡി? ഗംഭീരമാവട്ടെ. ഇന്നത്തെ ദിവസം ശേഷം അതിന്റെ ചെയ്യാണ്. സന്തോഷകരമായ ജീവിതം ആയിരിക്കട്ടെ. നമുക്ക് നാളെ വൈകുന്നേരം നമ്മൾ Q&A വെക്കുന്നുണ്ട്. നാളെ വൈകിട്ട് 8 മണിക്ക് 7 മണിക്ക് വയ്ക്കാൻ നമുക്ക് സമയം ഞാൻ പറയാം. അപ്പൊ എന്തെങ്കിലും നമുക്കൊന്ന് പേഴ്സണൽ ഡിസ്കഷൻസ് എന്ന ആവശ്യമുണ്ടെങ്കിൽ ഇതിനെ കുറിച്ച് കുറച്ച് കൂടി പ്രാക്ടീസിനെ കുറിച്ച് നമുക്ക് സംസാരിച്ച് പോവാം. അങ്ങനെ എന്തെങ്കിലും ഡിസ്കഷൻസ് ഉണ്ടെങ്കിൽ നാളെ വൈകുന്നേരം നമുക്കൊന്ന് വീണ്ടും ഇരിക്കാം. ക്ലിയർ ആണ്? വൈകിട്ട് ആവശ്യമുള്ളവർ എല്ലാവരും ഞാൻ പറയുന്നത് അങ്ങനെ എന്തെങ്കിലും ഡിസ്കഷൻ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചർച്ച ചെയ്യുന്ന ആവശ്യമുണ്ടെങ്കിൽ വൈകിട്ട്. റെഡി? ബിനോ ചാർലി വേണം ഭർത്താവ് എന്തിനും എനിക്ക് കൊണ്ട് തരൂ കേട്ടോ, ഷെയർ ചെയ്യൂ. കട്ടിയായിട്ടുള്ള സാധനമായാലും കുഴപ്പമില്ല, തന്നോളൂ. ഓക്കെ, ലവ് യു ഓൾ, ടേക്ക് കെയർ. എല്ലാവരും നന്നായിട്ട് ചെയ്യുക. നിങ്ങളുടെ മുമ്പിൽ കാണുന്ന പേര് വായിക്കുക. എല്ലാവരും കൺഗ്രാജുലേഷൻസ്. Thank you for giving and taking blessings. നല്ല വീക്കെൻഡ് ആയിരിക്കട്ടെ. Be with your family, be with your people. Love, express gratitude. ചിരിക്കാം, പൊട്ടിച്ചിരിക്കാം. ലവ് യു. നമുക്ക് നാളെ കാണാം. ബൈ ബൈ, ടേക്ക് കെയർ.